ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു റാൻസ് ലേണിംഗ് പോർട്ടൽ. ഇന്ന് ഞാൻ നിങ്ങളുടെ സ്വന്തം ഷാഫിസാറാണ്. ഇന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ള ഡയറിന്റെ ആ മാർക്കില്ലേ സാർ, എങ്ങനെ ഡയറി ഇതും അറിയില്ല സാറേ? അറിയണ്ട, ഞാൻ തരുന്നത് പോലെ എഴുതി വെച്ചോളൂ. ഡയറി ആണോ നെറേറ്റീവ് ആണോ? ഇതിലൊരു മാജിക് ഉണ്ട് കേട്ടോ മക്കളെ. ഞാൻ ഡയറി പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ നെറേറ്റീവും പഠിക്കാൻ വേണ്ടി പോവാണ്. പക്ഷേ ഞാൻ നെറേറ്റീവിന്റെ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് ആ വീഡിയോ കാണേണ്ട ഒരു ആവശ്യം ഉണ്ടാവില്ല കേട്ടോ. സോ ശ്രദ്ധിക്കാം. Here we go. ഡയറി കണ്ടാൽ അതിന് മാർത്തല്ല, ഡോക്ടറല്ല, ആര് വാങ്ങന്റെ വെല്ലിപ്പ എഴുതിയാലും ഈ ഡയറി എഴുതി വെച്ചാൽ മതി കേട്ടോ. നോക്കൂ നിങ്ങള്, ഡയറിന്റെ സ്പെല്ലിങ്. ഡയറി എഴുതുന്ന സമയത്ത് ആദ്യം ശ്രദ്ധിക്കണേ, ബോക്സ് പെട്ടി മസ്റ്റ്. എന്ത് മസ്റ്റ്? പെട്ടി മസ്റ്റ് തലൈവാ, പെട്ടി മസ്റ്റ്. പെട്ടില്ലാത്ത നിങ്ങൾ ഡയറി എഴുതരുത് കേട്ടോ. നെക്സ്റ്റ് നോക്കിക്കോളൂ. ഡയറി എഴുതി കഴിഞ്ഞു, വലിയ അക്ഷരത്തിൽ എഴുതണം. ചെറിയക്ഷരം വലുതാക്കി എഴുതിയിട്ട് കാര്യമില്ല, വലിയ അക്ഷരം നിർബന്ധമായിട്ട് എഴുതി വെക്കുക കേട്ടോ. ദെൻ ഇവിടെ ഡേറ്റ് കൊടുക്കുന്നു, പിന്നെ ഇവിടെ നമ്മളെ പേര് വേണമെങ്കിൽ കൊടുക്കാം. സോറി, മൺഡേ കേട്ടോ, മൺഡേ അവിടെ ഡേ കൊടുക്കാം കേട്ടോ. ഒരു പക്ഷേ നിങ്ങളെ പേരുമായിട്ട് വല്ല ബന്ധമുണ്ടെങ്കിൽ ഇതായിട്ട് കൂട്ടരുത് കേട്ടോ. സി, അപ്പൊ മൺഡേ എന്നൊരു ഡേ കൊടുക്കുക. ഇറ്റ് വാസ് എൻ അൺഫോർഗറ്റബിൾ ഡേ ഇൻ മൈ ലൈഫ്. എന്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു ദിവസമായിരുന്നു അത്, അല്ലേ? ഐ ഡോണ്ട് നോ ഹൗ ടു എക്സ്പ്രസ് മൈ ഫീലിംഗ്. എന്റെ വികാരം എങ്ങനെ പ്രകടിപ്പിക്കണം അറിയില്ല. അജാതി ഒരു ദിവസം കേട്ടോ. നോക്കിക്കോളൂ, തള്ളി മറിക്കല്ലേ. It was such a wonderful or saddest day which I have ever met in my life. എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടുമുട്ടിയ ദിവസങ്ങളിൽ ഏറ്റവും സന്തോഷമുള്ള, ദുഃഖാണെങ്കിലോ പറ, സാഡസ്റ്റ് ഡേ വിച്ചിന്നമാണെന്നില്ല, that I have ever met in my life. ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടുമുട്ടിയ ദിവസങ്ങളിൽ ഏറ്റവും സന്തോഷമുള്ള അല്ലെങ്കിൽ ഏറ്റവും ദുഃഖമുള്ള ദിവസം രണ്ടും കൂടെ എഴുതിയേക്കരുത് കേട്ടാ. സന്തോഷമാണെങ്കിൽ പിന്നെ വണ്ടർഫുൾ, ദുഃഖമാണെങ്കിൽ പറ സാഡസ്റ്റ് ഡേ. വാങ്ക എഴുതുകയാണെങ്കിൽ വണ്ടർഫുൾ ഡേ എന്ന് എഴുതൂലല്ലോ, സാഡസ്റ്റ് ഡേ അല്ലേ? മാർത്തക്ക് സ്കോളർഷിപ്പ് ജാക്കറ്റ് കിട്ടിയാല് വണ്ടർഫുൾ ഡേ അല്ലേ, കിട്ടിയിട്ടില്ലെങ്കിൽ സാഡസ്റ്റ് ഡേ, അങ്ങനെ എഴുതിയേക്കേണ്ടി വരും കേട്ടോ. ദെൻ ഐ ഹാഡ് എൻ എക്സ്പീരിയൻസ്. എനിക്കൊരു അനുഭവം ഉണ്ടായി നിങ്ങളോട് പറയാനേ, അല്ലെ? നിങ്ങളോട് എന്ന് പറഞ്ഞാൽ പുറമേയുള്ള നാട്ടുകാരോടൊന്നല്ല, നമ്മൾ ഡയറിനോട് പറയാം. എനിക്കൊരു അനുഭവം ഉണ്ടായി ദാറ്റ്. എന്നിട്ട് ആ അനുഭവം ഉണ്ടാവും, മാർത്ത ഗോട്ട് സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്ന് എന്തെങ്കിലും ഉണ്ടാവും, ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. ക്ലിയർ? ഈ മാർത്ത തന്നെ വെട്ടിയാണ്ട് ദാറ്റ്, അല്ലെ, ഐ ഗോട്ട് സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്നാക്ക. എനിക്ക് സ്കോളർഷിപ്പ് ജാക്കറ്റ് കിട്ടി. നിങ്ങളോട് പറയാൻ ഐ ഡോണ്ട് നോ വാട്ട് ടു റൈറ്റ് ഇൻ ദിസ് ഡയറി. എനിക്കറിയില്ല എന്താ ഈ ഡയറിയിൽ എഴുതേണ്ടതെന്ന്. ഐ ഡോണ്ട് നോ വാട്ട് ടു ഡു നൗ. എന്താ ചെയ്യേണ്ടത് എനിക്കറിയില്ല. ഐ ആം തിങ്കിങ് അബൌട്ട് വാട്ട് ടു ഡു നെക്സ്റ്റ്. ഞാൻ എന്ത് ചെയ്യണം അടുത്തതിനെ കുറിച്ച് ആലോചിക്കുകയാണ്. ഇങ്ങനെ പറഞ്ഞ് തള്ളി മറിക്കണ്ട. നിങ്ങൾ കണ്ടന്റ് എഴുതിക്കോളുണ്ടോ, ഇനി ഒന്നും കിട്ടണില്ല എഴുതാൻ തള്ളിക്കാറുണ്ട് കേട്ടോ. ശ്രദ്ധിക്കുക. അവസാനം ഇത് എഴുതി കഴിഞ്ഞ ശേഷം, എനിവേ ആസ് ഐ ആം ടു ടയേർഡ്, ഞാൻ വളരെ ക്ഷീണിതനായ കാരണത്താല് ഐ കാൻറ്റ് ഈവൻ മൂവ് മൈ പെന്ന്. എന്റെ പേനൊന്ന് ചലിപ്പിക്കാൻ പോലും എനിക്ക് പറ്റണില്ല. എന്തൊരു തള്ളാണ് സാറേ. തള്ളിക്കോളൂ, നിങ്ങൾക്ക് കുറച്ച് കോണ്ടന്റ് വേണ്ടേ? ഡയറി എഴുതിക്കൂ, ഒരു 4 വരി 5 വരി, ഒരു കാര്യമില്ല. അതിന് മാർക്ക് ഇടാൻ നമ്മൾ ആരെങ്കിലും കേട്ടോ, നമ്മളെ അമ്മായിന്റെ മക്കളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അതിന് ഫുൾ മാർക്ക് ഇട്ടരുള്ളൂ. ഇത് ടീച്ചേഴ്സ് ആണ്. ആരാണ് നിങ്ങളെ പേപ്പർ നോക്കുന്നത് ഒരു ഐഡിയ ഇല്ല. അപ്പൊ അത്യാവശ്യം കോണ്ടന്റ് വേണം, അപ്പൊ എഴുതി വെക്കുക കേട്ടോ. ഐ വിൽ സ്ലീപ്പ്. എനിക്ക് ഉറക്കം വരുന്നുണ്ട്. ഐ വിൽ റൈറ്റ് മോർ അബൌട്ട് ദിസ് ബാക്ക്. ഞാൻ ഇതിനെ കുറിച്ച് പിന്നീട് കുറെ എഴുതിക്കൊണ്ട് ഐ സ്റ്റോപ്പ് മൈ റൈറ്റിംഗ്. നമ്മുടെ ഡയറി നമ്മുടെ സുഹൃത്താണല്ലോ, ഞാൻ എഴുത്ത് നിർത്തുകയാണ്. ഐ പ്രേ ടു ഗോഡ് ടു ഗ്രാൻഡ് മീ എ വണ്ടർഫുൾ ടുമോറോ. ഞാൻ നല്ലൊരു നാളെ എനിക്ക് ഉണ്ടാവാൻ വേണ്ടി ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇനി നോക്കിക്കോളൂ, വിത്ത് ഫുൾ ഓഫ് ഹാപ്പി ആൻഡ് ജോയ്. എങ്ങനത്തെ? വിത്ത് ഫുൾ ഓഫ് ഹാപ്പി ആൻഡ് ജോയ്. നല്ല സന്തോഷമുള്ള ഒരു ദൈവമേ എനിക്ക് തരണട്ടോ എന്ന് പറഞ്ഞുകാണ്ട് ഞാൻ എന്റെ എഴുത്ത് നിർത്തണം. ഒരു കുത്തിട്ടാണ് പെറ്റാണ്ട് പൂട്ടിക്കാണ്ട് കടന്നാണ്ട് ഉറങ്ങിക്കാൻ വേണ്ടിട്ടോ. ശ്രദ്ധിക്കുക, എക്സാം ഹാളിലല്ല, പുറേ പോയിട്ട് കടന്നുറങ്ങാം. എക്സാം ഹാളിൽ ബാക്കിയുള്ള ആൻസറും കൂടെ ചെയ്ത്. അപ്പോ ഫൈനലി ഞാൻ പറയുന്നു, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണോ നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല +1 നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. ഇന്ന് കൃത്യം 7 മണിക്ക് ഞാനും അക്ഷയ് സാറും വരുന്ന അതിമനോഹരമായ കിഡിലൻ ക്ലാസ്സിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളെ ഫ്രണ്ട്സിലേക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കൂലേ? കാണണം കേട്ടോ. സോ വെൽക്കം ടു റാൻസ് ലേണിംഗ് പോർട്ടൽ. സീ യു ദേർ. ബൈ ബൈ.